ഹലോ. ഫസ്റ്റ് ഓഫ് ഓൾ മൈസെൽഫ് ജൽവ. ഐ എം ഫ്രം കണ്ണൂർ. ഞാൻ കണ്ണൂർ നിന്നുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. ഞാൻ വന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ ബേസ് വന്നത് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ഞാൻ ഹയർ സെക്കൻഡറി ഓപ്റ്റ് ചെയ്തത് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. പിന്നെ ഡിഗ്രിയും അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് തന്നെ BA ഹിസ്റ്ററി ആയിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ മുമ്പിൽ ഉണ്ടായ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്ക് എന്നത് ഇനി എന്ത് ചെയ്യും, ഫ്യൂച്ചർ എന്തിലേക്കാണ് ഉള്ളതായിരുന്നു. ആ ഒരു ടൈമിനാണ് കല്യാണം കഴിഞ്ഞതും. കല്യാണം കഴിഞ്ഞതോടു കൂടി പേഴ്സണലി കുറച്ച് ബിസി ആവുമല്ലോ. അങ്ങനെ കുറേ ഒരു 2-3 മന്ത് അങ്ങനെ കുറച്ച് ബിസി ആയി പോയി. പിന്നെ എൻ്റെ മുമ്പിൽ സത്യം പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നാലും കുറച്ച് എന്നെ സംബന്ധിച്ചതൊക്കെ എനിക്ക് പേഴ്സണലി അതിലേക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു ഇതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ വലിയ ക്വസ്റ്റ്യൻ മാർക്കിലായിരുന്നു. എനിക്ക് ആ ഒരു ടൈമിൽ സൈക്കോളജി ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സൈക്കോളജി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടും അതിനെ എടുത്താലോ എന്നൊക്കെ ഉണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ലായിരുന്നു. ഹ്യൂമാനിറ്റീസ് ആയതുകൊണ്ട് തന്നെ പറ്റുമോ, അങ്ങനെ കുറേ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് വേണമെന്നുള്ളത് കൊണ്ടും ക്ലാസ്സസ് വേണം, ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളത് വേണം, അങ്ങനെ കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റഡി ചെയ്യുന്നതിൽ ഇനി അടുത്ത എന്തിലേക്ക് പോകണമെന്ന് ചിന്തിക്കുമ്പോൾ ഇതുമാതിരി കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. റെഗുലർ ക്ലാസ്സസ് വേണം, ഫോളോ അപ്പ് കറക്റ്റ് വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ ഞാനൊരു കസിൻ വഴിയാണ് ലേൺ വൈസ് എന്ന് പറഞ്ഞ ഒരു അക്കാഡമി ഉണ്ട്, ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ അറിഞ്ഞത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം എന്താണ് അറിയാന്നുള്ളതിൽ തന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തത്. ഐ തിങ്ക് ഒക്ടോബറിലായിരുന്നു. ഒക്ടോബർ എന്ന് പറയുമ്പോൾ നല്ലോണം കുറേ മന്ത് കഴിഞ്ഞു. ഏകദേശം ഒരു ഇയറിൻ്റെ പകുതിയും കഴിഞ്ഞല്ലോ, 10 months കഴിഞ്ഞു. ആ ഒരു രീതിയിൽ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു, സംസാരിച്ചു. ഇങ്ങനെയൊക്കെ ആയപ്പോഴായിരുന്നു അവർ വരെ എനിക്ക് അറിയാൻ പറ്റിയത് എനിക്ക് ഇഷ്ടപ്പെട്ട സൈക്കോളജി അവരുടെ അടുത്ത് ഉണ്ടെന്നാലും. പിന്നെ വിചാരിച്ചാൽ ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ക്ലാസ്സസ് റെഗുലർ കിട്ടും, അവരുടെ അടുത്ത് നിന്ന് തന്നെ മെൻറ്ററെ കിട്ടും, എല്ലാം ഫുൾ ഫോളോ അപ്പ്. ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എൻ്റെ മുമ്പിലുള്ളത് എന്ന് എനിക്ക് മനസ്സിലായതും ഞാൻ പിന്നെ ഒരു സ്റ്റെപ്പ് പോലും ചിന്തിക്കാൻ നിന്നിട്ടില്ല. അന്ന് അവരെ ഒരിക്കൽ പോലും വിചാരിക്കാതെ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ച ഞാനാണ് അന്ന് തന്നെ ജോയിൻ ചെയ്തു. ഐ തിങ്ക് ഒക്ടോബറിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. എനിക്ക് 2 months ലേറ്റാണ്. ഞാൻ ജൂലൈ ബാച്ചായിരുന്നു ഞാൻ. അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ഈവൻ ദോ മെൻറ്റർ വെച്ചുള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു നല്ലൊരു മെൻറ്ററും ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ മെൻറ്റർ കറക്റ്റ് ഫോളോ അപ്പ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് നോക്കുന്നത് കൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ പോയിരുന്നു. ഇപ്പം ഞാനിപ്പം നിൽക്കുമ്പോൾ എൻ്റെ അസൈൻമെൻറ്റ്സ് എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് എല്ലാത്തിനും മെൻറ്ററിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പേഴ്സണലി കുറച്ച് ബിസി ആകുമ്പോൾ പോലും നല്ല അത്രയും സപ്പോർട്ടായിട്ട് മെൻറ്റർ ഉള്ളത് കൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ കാര്യങ്ങളൊക്കെ പോയി. ഇപ്പം ഞാൻ അസൈൻമെൻറ്റ് സബ്മിഷൻ എക്സാമൊക്കെ ആയിട്ട് ബിസിയാണ്. ആൻഡ് ലേൺ വൈസിനോടും മെൻറ്ററോടും എല്ലാത്തിനോടും ബിഗ് താങ്ക്സ്, ഹ്യൂജ് താങ്ക്സ്. എത്ര താങ്ക്സ് പറഞ്ഞാലും ഫിനിഷ് ആവില്ല, അത്രയും. അവർ കാരണം ഞാനിപ്പോൾ എൻ്റെ കരിയർ നല്ല വൃത്തിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്.